പരിപാടി സംഘടിപ്പിച്ച ഇതിന്റെ സന്തോഷം ഉൾപ്പെടെയുള്ള സന്തോഷത്തിന്റെ കുടുംബാംഗങ്ങൾക്ക് ഇതിന്റെ പ്രവർത്തകർക്ക് എല്ലാം അഭിനന്ദിക്കുന്നതിനും നന്ദി രേഖപ്പെടുന്നതിന് ഞാൻ ഈ അവസരം ഉപയോഗിക്കാൻ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പാലാ സഹൃദയ സമിതിയെ പ്രതിനിധീകരിച്ചാണ് അതിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ ഇവിടെ നിൽക്കുന്നത്. പാലാ സഹൃദയ സമിതിയെ പറ്റി ചുരുക്കി പറയാം, കാരണം ധാരാളം ആളുകൾ ഇനിയും ഇവിടെ സംസാരിക്കാനുണ്ട്. 1967 പുലിയന്നൂർ ആസാദ് വായനശാല കേന്ദ്രമാക്കി തുടങ്ങിയ ഒരു സാഹിത്യ സാംസ്കാരിക പ്രസ്ഥാനമാണ്. ഇന്നത് 59 വയസ്സിൽ മുടക്കമില്ലാതെ പ്രവർത്തിച്ചു വരുന്ന കേരളത്തിലെ അപൂർവം ചില സാംസ്കാരിക സംഘടനകളിൽ ഒന്നാണ് പാലാ സഹൃദയ. ഇവിടെ തുടങ്ങിയിരിക്കുന്ന കൈകാര്യങ്ങൾ ഉപയോഗപ്പെടുത്തുമ്പോഴാണ് വീണ്ടും അവർ എന്തെങ്കിലുമൊക്കെ പുതിയ പുതിയ കാര്യങ്ങൾ മുൻപോട്ട് ചെയ്തത്. നമ്മൾ ഇനിയും ലൈബ്രറി കാണാത്തവരും ലൈബ്രറി കാണുകയും നിങ്ങൾ വായിക്കാൻ പറ്റുന്നത് പുസ്തകം എഴുതുകയും വായിക്കുകയും ഒക്കെ ചെയ്ത് തുടങ്ങണം. അതുകൊണ്ട് നിങ്ങളോട് അഭ്യർത്ഥിക്കണം. അത് തുടങ്ങിയെടുത്ത പല സൗഹൃദസമിതിക്ക് നമ്മളെല്ലാവരുടെയും നന്ദി. പ്രിയങ്കരനായ എത്രയോ പേരിൽ നിന്ന് നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. സത്യത്തിൽ ഇതിനെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് ഈ കാർണിവൽ ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഞങ്ങൾ സഫലം 55+ എന്ന സംഘടനയ്ക്കും എല്ലാവരോടും ഒപ്പം ഈ 2 ദിവസം ഇവിടെ കഴിയാൻ ഒരവസരം കിട്ടുന്നു എന്നതിന് ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. സഫലം 55+ 2012 പാലാ കേന്ദ്രമാക്കി ആരംഭിച്ച ഒരു സാമൂഹ്യ സാംസ്കാരിക പ്രസ്ഥാനമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം പാലാ എൽഡേഴ്സ് ഫോറത്തിന്റെ ഒരു പ്രതിനിധിയായി എന്നെ ക്ഷണിച്ചതിന് ഉള്ള സന്തോഷം ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. 1998 പാലാ എൽഡേഴ്സ് ഫോറം ഇവിടെ സ്ഥാപിതമായത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 25 ദമ്പതികൾ, അതായത് ആകെ 50 പേരാണ് ഈ സംഘടനയിൽ ഉള്ളത്. ഈ സംഘടനയുടെ ഉദ്ദേശം മുതിർന്ന പൗരന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിത സായാഹ്നത്തിൽ പലരും ഏകാന്തത അനുഭവപ്പെടുന്നുണ്ട്, പലരും മറ്റുള്ളവരാൽ അവഗണിക്കപ്പെടുന്നുണ്ട് എന്ന് തോന്നുന്നവരുണ്ട്. അപ്പോൾ ഇതെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടി ഈ 50 പേർ ഇടയ്ക്കിടെ സമ്മേളിക്കുന്നു. അവിടെ സന്തോഷങ്ങളും ദുഃഖങ്ങളും ഉണ്ടെങ്കിൽ അത് പങ്കുവെക്കുന്നു. അപ്പോൾ ദൈവം നമുക്ക് തന്നിട്ടുള്ള നന്മകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മളൊരു പാട്ട് പാടുകയാണ്. എനിക്ക് എന്നാണ് ദൈവം എനിക്ക് വന്നു ഒരു നന്മകളും തന്നിട്ടില്ല. അങ്ങനെ ചിന്തിക്കുന്നവരാണെ പോലും ഇവിടുത്തെ എല്ലാവരുടെയും ആണെ പോലും ഒരു നേരം ഭക്ഷണം കിട്ടാതെ എല്ലാവരും പേരെ ഇവിടെ കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് 4 നേരം 3 നേരം നല്ല സുഖമായ ഭക്ഷണവും കിട്ടുന്നുണ്ട്. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ, ദൈവം തന്ന നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ, നാളിതു പോരാ നാളിതു പോരാ ആയുസും ഇത് പോരാ. വളരെയധികം ദേവാസികളുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയുന്നത് നമ്മൾ എല്ലാവരും ആഹാരം കഴിക്കുന്നവരാണ്. നമ്മൾ കഴിക്കുന്ന ആഹാരം നമ്മൾ തന്നെ ആരെങ്കിലും കൃഷി ചെയ്തിട്ടാണ് കഴിക്കുന്നത്. നമ്മുടെ ശ്രമത്തോടെ നമുക്ക് ചെറിയ രീതിയിലെങ്കിലും നമ്മൾ കഴിക്കാൻ നമുക്ക് ആവശ്യമുള്ള കൃഷികാര്യങ്ങൾ, പച്ചക്കറിയാണെങ്കിലും ഫലവർഗ്ഗങ്ങളാണെങ്കിലും നമ്മുടെ ഇവിടുത്തെ സാഹചര്യത്തിൽ എത്തുന്ന രീതിയിൽ നമുക്ക് തന്നെ നമ്മുടെ സമഗ്രമായി ഉണ്ടാക്കാൻ ചെയ്താൽ വിജയിക്കുകയല്ലേ. ഒരു വാക്കുകൊണ്ട് ഒതുക്കാവുന്നതല്ല പ്രവൃത്തികൾ. ഇവിടെ സഹൃദയ കുറിച്ച് ഇവിടെ പ്രസിഡന്റ് സംസാരിച്ചു. അത് എഴുത്തുകാരുടെ സംഘടനയാണ്. 60 വർഷം അതിനും പ്രായമാകുന്നു അല്ലെങ്കിൽ സീനിയർ സിറ്റിസൺ ആകുന്നു സഹൃദയ സമിതി. അതുപോലെ സഫലത്തെ കുറിച്ച് അബ്ദുള്ളൊക്കെ പ്രസംഗിച്ചു. ആദ്യമായിട്ടാണ് ഒരു കാർണിവൽ, അതും ഡിസേബിൾഡ് ആയിട്ടുള്ളവരുടെ കാർണിവൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ ഡൽഹിയിൽ സ്കൂൾ ടീച്ചറായിരുന്നു. എൻ്റെ പേര് നുസ്രത്ത് ആന്റണി, റിട്ടയർഡായിരുന്നു. പക്ഷെ അവിടെയൊക്കെ ക്രിസ്മസ് കാർണിവൽ നടത്തുമ്പം കുട്ടികളും പേരൻസൊക്കെ വന്ന് വളരെ
സന്തോഷമായിട്ട് എൻജോയ് ചെയ്ത് പോകും. ഞങ്ങൾ ക്രിസ്മസിനും ദീപാവലിക്കൊക്കെ നിയർ ബൈ ഓൾഡ് ലേഡീസ്, സീനിയർ സിറ്റിസൺ അല്ലെങ്കിൽ ചേരിയിൽ നിന്നുള്ള കുട്ടികളെ നിയർ ബൈ ഗവൺമെൻറ് സ്കൂളിലെ കുട്ടികളെയൊക്കെ വിളിക്കുകയും അവരെ കൊണ്ട് പ്രോഗ്രാം നടത്തുകയും അവർക്ക് കുറച്ച് എൻ്റർടൈൻമെൻറ്റ് കൊടുക്കുകയും റിഫ്രഷ്മെൻറ്റ്സ് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഈ വലിയ സുഖം സന്ദർശിക്കുന്നത്. എനിക്ക് അന്തരാഷ്ട്രീയ കാണുവാനും കാണാൻ പറ്റിയ ഒത്തിരി സന്തോഷമുണ്ട്. അങ്ങനെ ആശംസകളും വരുന്നു. പരിശുദ്ധാത്മാവേ നീയെഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ